വിജയകുമാർ, ഒരുപാട് രാത്രിയായി കഴിഞ്ഞു, എന്നിട്ടും ആളുകൾ കാത്തു നിൽക്കുകയാണ്. അത്രമേൽ അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തി VS എന്ന് പറയുന്ന കാരുണ്യമുള്ള, നന്മയുള്ള പൊതുപ്രവർത്തകൻ. ഇത് ആറ്റിങ്ങൽ കച്ചേരി നടയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇനി വിലാപയാത്ര നമ്മൾ നിൽക്കുന്ന കച്ചേരി നടയിലേക്കാണ് വരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം നൂറുകണക്കിന് ആളുകൾ കച്ചേരി നടയിൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് VSന്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം കടന്നു വരും. കച്ചേരി നടയിൽ വലിയ ജനത്തിരക്കാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ഈ നിലയിൽ ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആറ്റിങ്ങൽ വലിയ ജനക്കൂട്ടമായിരുന്നു. അവിടെയും അവിടെ ആ ജനക്കൂട്ടത്തിൽ ഒരു ഭാഗം ഇവിടെയും ഇപ്പോഴെത്തിയിട്ടുണ്ട്. അങ്ങനെ ആറ്റിങ്ങൽ, അതുപോലെ ബസ് സ്റ്റാൻഡ്, ഇപ്പോഴത്തെ കച്ചേരി നട, എല്ലായിടത്തും വലിയ ജനക്കൂട്ടം. അപ്പോൾ രാത്രിയാകുന്നതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്കും നേരത്തെ തീരുമാനിച്ച ഓരോ പോയിന്റിലും വലിയ ആൾക്കൂട്ടം. നമ്മൾ പകൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ രാത്രിയിൽ VSനെ കാണാനായി വിവിധ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ ആറ്റിങ്ങൽ 2-3 കേന്ദ്രങ്ങളിൽ കാണുന്ന കാഴ്ച. അതാണ് നേരത്തെ തീരുമാനിച്ച സമയക്രമം അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു 12 മണിക്ക് മുമ്പ് തന്നെ ആലപ്പുഴയിൽ എത്തും എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് പോലും കടന്നിട്ടില്ല. കൊല്ലം അതിർത്തിയിലേക്ക് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കൊല്ലം ജില്ല മുഴുവൻ കിടക്കുന്നു ആലപ്പുഴയിലേക്ക്. അപ്പോഴെന്തായാലും അർദ്ധരാത്രി കഴിയും. ഒരു പക്ഷേ നാളെ പുലർച്ചയോടെ ആയിരിക്കും, ഒരു 4 മണിയെങ്കിലും ആകും, 3 മണി 4 മണിയെങ്കിലും ആകും ആലപ്പുഴയിലേക്ക് എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഒരു കാരണമുള്ളത്, നമ്മൾ നേരത്തെ തീരുമാനിക്കുന്ന ഘട്ടങ്ങളിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളിലായിരുന്നു പ്രവർത്തകർ VSനെ കാണാൻ വേണ്ടി എത്തിയിരുന്നത്. പക്ഷെ പിന്നീട് ആ പോയിന്റുകൾ എന്നത് മാറി എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും, തീരുമാനിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വീട്ടമ്മമാരും കുട്ടികളും പ്രായമുള്ളവരുമൊക്കെ VSനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വീണ്ടും ഈ വാഹനവ്യൂഹം കടന്നു വരുന്ന വിലാപയാത്രയ്ക്ക് അല്പസമയമെങ്കിലും നിൽക്കുകയോ ഒന്ന് സ്ലോ ചെയ്യുകയോ ചെയ്യേണ്ടി വന്നു. ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴക്കൂട്ടം വരെയെങ്കിലും ഒരു പദയാത്ര കണക്കിയായിരുന്നു ഈ വിലാപയാത്ര നീങ്ങിയത്. അതിനൊപ്പം ആളുകൾ നടക്കുകയായിരുന്നു. വാഹനങ്ങൾ അതിനൊപ്പം ഉണ്ടെങ്കിലും ആ വാഹനങ്ങളിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങി നടക്കുകയായിരുന്നു. ഒരു പദയാത്ര പോലെയാണ് കഴക്കൂട്ടം വരെ ഈ വിലാപയാത്ര കടന്നു വന്നത്. വളരെ സാവധാനം നടന്ന് പിന്നീടാണ് നാഷണൽ ഹൈവേയിലേക്ക് കയറിയപ്പോഴാണ് കുറച്ചുകൂടി വേഗം കൈവരിച്ചത്. പക്ഷെ അപ്പോഴും കൂടുതൽ സ്ഥലങ്ങളിൽ പ്രവർത്തകരും VSനെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അവസാനം കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. VSനെ അവരുടെ കൂടെ ഇല്ല, അവരോടൊപ്പമില്ല എന്ന വലിയ ഹൃദയഭാരത്തോടുകൂടി, ഹൃദയവേദനയോടുകൂടി കുറച്ച് പൂക്കളുമായി ഈ വാഹനത്തിന് മുന്നിലേക്ക്, ഈ വാഹനത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് ഈ വാഹനം നിർത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസരം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും VSനെ കാണുന്നതിന് വേണ്ടി അവസരമൊരുക്കിയാണ് ഈ വിലാപയാത്ര കടന്നു വരുന്നത്. നമ്മൾ കച്ചേരി നടയിലെ ദൃശ്യങ്ങളാണ്. ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തോളം ഇങ്ങനെ റോഡിന്റെ ഇരുവശത്തും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇവർക്കിടയിലൂടെയാണ് ഈ വാഹനം കടന്നു പോകേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നിർത്തി അന്തിമോപചാരം അർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ വാഹനം ഇവർക്കിടയിലൂടെ ഇങ്ങനെ വളരെ സാവധാനം ഓടിച്ചു പോകേണ്ടി വരും. ഇത് ഏതാണ്ട് 2:30-ക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിന് മുന്നിൽ നിന്ന് സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ് കടന്ന് യാത്ര തുടങ്ങിയതാണ്. ഒരു 2:30-ക്ക് ആ യാത്ര തുടങ്ങിയതാണ്. ഇത്രയും സമയമാകുമ്പോഴും തിരുവനന്തപുരം ജില്ല ഈ വിലാപയാത്ര പിന്നിട്ടിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി കൊല്ലവും ആലപ്പുഴയും ബാക്കി കിടക്കുന്നു, കൊല്ലം മുഴുവൻ ബാക്കി കിടക്കുന്നു. കൊല്ലം VSന്റെ മറ്റൊരു പ്രവർത്തന മേഖലയായിരുന്നു. അതുകൊണ്ട് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിലായി കാത്തു നിൽക്കുന്നുണ്ട് VSനെ അവസാനമായി കാണാൻ എന്നാണ് അവിടെ നിന്നും റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ കൊല്ലത്തും ഇതുപോലെ വലിയ ആൾക്കൂട്ടം എല്ലായിടത്തുമുണ്ട്. ഇനിയിപ്പോൾ കൊല്ലത്തേക്ക് കടക്കാൻ ഇനിയും 2-3 പോയിന്റുകൾ കൂടി ബാക്കിയുണ്ട്, 3-4 പോയിന്റുകൾ കൂടി ബാക്കിയുണ്ട്. അതുകൂടി കടന്നാലേ കൊല്ലത്തേക്ക് കടക്കുകയുള്ളൂ. കൊല്ലത്തെ VSന്റെ പ്രിയപ്പെട്ടവർക്ക് ജനസാഗരം അദ്ദേഹത്തെ യാത്ര അയക്കാൻ കൊല്ലത്തും കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആലപ്പുഴ പടവൂരിലെ വസതിയിലേക്ക്
അർദ്ധരാത്രിയോടെ മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരിക്കലും അത് കഴിയില്ല. അതിന് ഒരു പക്ഷേ നാളെ പുലർച്ചെ ഒരു 4 മണിയോ 5 മണിയോ ഒക്കെ ആകും. ഇപ്പോഴത്തെ നിലയിൽ ഇതേപോലെ ജനത്തിരക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിൽ 4 മണിയോ 5 മണിയോ ഒക്കെ ആകും ആ മൃതദേഹം അവിടെ എത്തിക്കാൻ. രാവിലെ അവിടെ നിന്ന് വീണ്ടും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുവരും പൊതുദർശനത്തിനായി. പിന്നീട് പോലീസ് ഗ്രൗണ്ടിലാണ് വളരെ എന്താണ് ഈ തെക്കൻ മധ്യ കേരളത്തിലെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലെയും മുഴുവൻ ആളുകൾക്കും അവസാനമായി VS-നെ കാണാൻ അവസരം ഒരുക്കുന്ന തരത്തിൽ ഒരു പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് പോലീസ് ഗ്രൗണ്ടിലാണ് ആലപ്പുഴ. അത് രാവിലെ ഒരു 10 മണി മുതൽ ഒരു 3 മണി വരെയെങ്കിലും VS-നെ അവിടെ എത്തിക്കാണാൻ അവസരമൊരുക്കും എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ അത് പാർട്ടി DC-യിൽ നിന്ന് എപ്പോഴവിടേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. സംസ്കാര ചടങ്ങുകൾ വലിയ ചുടുകാട്ടിൽ 3 മണിക്ക് ശേഷം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ മുതൽ ഈ സമയക്ലിപ്തതയൊന്നും പാലിച്ചല്ല VS-ന്റെ അന്ത്യയാത്ര നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന സമയക്രമം പാലിച്ച് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അണിചേർന്നവർ, അദ്ദേഹത്തെ കാണാനും കേൾക്കാനും അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളിൽ അണിനിരുന്നവർ, സമരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ, അവരൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് യാത്രാമൊഴി വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയുന്ന കച്ചിരി നടയിലാണ് ഇപ്പോൾ ഈ വാഹനവ്യൂഹം എത്തിയിട്ടുള്ളത്. ഇനി ആലങ്കോട്ടേക്കാണ് യാത്ര. കൊല്ലത്തെത്താനൊക്കെ കുറേ സമയം ഇനി എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനഹൃദയങ്ങളിലുള്ള VS-ന്റെ സ്ഥാനമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. VS എന്ന ഭരണാധികാരിയെ നമ്മൾ അടുത്തു നിന്ന് നോക്കുമ്പോൾ കോംപ്രമൈസുകൾക്ക് അദ്ദേഹം വിധേയമായിരുന്നില്ല. വിട്ടുവീഴ്ചകളിലൊക്കെ തന്നെ അദ്ദേഹം പെട്ടെന്ന് വഴിപ്പെടുന്ന ആളുമായിരുന്നില്ല. അദ്ദേഹം ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിൻ്റെ ചരിതെറ്റുകൾ നന്നായി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് നിലപാട് തിരുത്താൻ പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാലും അതിന് തയ്യാറാകുന്നൊരു പ്രകൃതക്കാരനായിരുന്നില്ല VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു കർക്കശക്കാരനായ പൊതുപ്രവർത്തകൻ്റെ മേലങ്കിയായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്.